എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസൂയയോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ നോക്കിക്കാണുന്നത് എന്നറിയാമോ? നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം പൂർത്തിയാക്കി ജൈത്രയാത്ര തുടരുമ്പോൾ ഇന്ത്യയെ നേട്ടങ്ങളുടെ നെറുകയിലെത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഉലകം ചുറ്റും വാലിബനെന്ന് പ്രതിപക്ഷം പരിഹസിച്ചിരുന്ന സമയത്തും അതൊന്നും കാര്യമാക്കാതെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. മറ്റ് ലോകരാജ്യങ്ങൾ മോദിയെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ള ബഹുമതികളും. 29 ലോകരാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെയൊക്കെ പരമോന്നത സിവിലിയൻ ബഹുമതി തേടിയെത്തിയ ഒരേ ഒരു ഇന്ത്യൻ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമുക്ക് 2025 നിന്ന് പിന്നോട്ടേക്ക് ഒന്ന് ചരിത്രം പരിശോധിക്കാം. 2025 അവസാനം അദ്ദേഹം നടത്തിയ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ ജോർദാനിലെത്തിയ മോദിക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണമായിരുന്നു. 37 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. പ്രശസ്തമായ ജോർദാൻ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചത് മറ്റാരുമല്ല, അവിടുത്തെ കിരീടാവകാശി അൽ ഹുസൈൻ അബ്ദുള്ള രണ്ടാമനാണ്. ഈ ഇരു രാജ്യങ്ങളും തമ്മിലെ ഊഷ്മള ബന്ധം പ്രതിഫലിപ്പിക്കുന്നതായി കിരീടാവകാശിയുടെ ഈ ഒരു പ്രവൃത്തി. ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലെത്തിയ മോദിക്ക് ലഭിച്ചത് രാജകീയ സ്വീകരണമായിരുന്നു. കൂടാതെ പരമോന്നത ദേശീയ ബഹുമതിയായ ദി ഫസ്റ്റ് ക്ലാസ് ഓഫ് ദി ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ഒമാൻ. വിദേശ രാഷ്ട്ര തലവന്മാർക്കും ആഗോളതലത്തിലെ വിശിഷ്ട നേതാക്കൾക്കും ഒമാൻ സുൽത്താനേറ്റ് നൽകുന്ന ഉയർന്ന ദേശീയ ബഹുമതിയാണ് ഓർഡർ ഓഫ് ഒമാൻ. കൂടാതെ എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ के रूप में इस देश का सर्वोच्च सम्मान प्रदान किया गया है. विश्व की अति प्राचीन और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है. मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूं. കുവൈറ്റിന്റെ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ തുടങ്ങിയ ബഹുമതികളും നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു. ഇതോടെ 6 ഗൾഫ് രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളും പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ച ആദ്യ ആഗോള രാഷ്ട്ര തലവൻ എന്ന നേട്ടവും മോദി സ്വന്തമാക്കി. കൂടാതെ 2025 ജൂലൈ 9 നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിറ്റ്സിയ മിറാബിലസ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. 2025 ജൂലൈ 8 ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് ലഭിച്ചു. കൂടാതെ 2025 തന്നെ ജൂലൈ 4 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ നേതാവാണ് മോദി. കൂടാതെ 2025 ജൂലൈ 2 ഘാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാനയും ലഭിച്ചു. राष्ट्रपति जी द्वारा घाना के राष्ट्रीय अवार्ड द ऑफिसर ऑफ द ऑर्डर ऑफ द स्टार ऑफ घाना से सम्मानित किया जाना मेरे लिए अत्यंत गर्व और सम्मान की बात है. मैं राष्ट्रपति महामाजी, घाना सरकार और घाना के लोगों का हृदय से आभार प्रकट करता हूं. मैं इस सम्मान को 140 करोड़ भारतीयों की ओर से विनम्रता के साथ स्वीकार करता हूं. यह सम्मान मैं हमारे युवाओं की आकांक्षाओं को, उनके उज्जवल भविष्य को
हमारी समृद्ध सांस्कृतिक विविधता और परंपराओं को और भारत गाना के ऐतिहासिक संबंधों को समर्पित करता हूं। ഇനി ജൂണിലേക്ക് പോവുകയാണെങ്കിൽ 2025 ജൂൺ 16 സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കറിയോസ് III സമ്മാനിച്ചു. ഇങ്ങനെ പരമോന്നത പുരസ്കാരങ്ങളുടെ പട്ടിക നീളുകയാണ്, പറഞ്ഞാൽ തന്നെയും തീരില്ല. ഈ മോദി ഭരണം 11 വർഷം പിന്നിടുമ്പോൾ ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താത്ത രാജ്യങ്ങളിലേക്ക് അദ്ദേഹം എത്തി എന്ന ചരിത്രവുമുണ്ട്. ഇസ്രായേൽ, പലസ്തീൻ, ബഹ്റൈൻ, പാപ്പുവ ന്യൂഗിനിയ, റുവാണ്ട എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി. മാത്രമല്ല 3 പതിറ്റാണ്ടിന് ശേഷം UAE, മൊസാംബിക്, സീഷെൽസ്, സ്വീഡൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി. 2014 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മോദി നടത്തിയത് ഏകദേശം 100-നടുപ്പിച്ചുള്ള വിദേശയാത്രകളാണ്. US-ലെത്തിയത് 10 തവണയാണ്. ഫ്രാൻസിലും ജപ്പാനിലും 8 തവണയും, റഷ്യയിലും UAE-യിലും 7 തവണയും, ചൈനയിലും ജർമ്മനിയിലും 6 തവണയാണ് മോദി സന്ദർശനം നടത്തിയത്. ഈ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനാണ് മോദിയുടെ ശ്രമം. ഈ മോദിക്ക് ലോക നേതാക്കൾക്കിടയിൽ ലഭിക്കുന്ന ഈ സ്വീകാര്യതയാണ് ട്രംപിനെ എപ്പോഴും ചൊടിപ്പിക്കാറ്. ഈ യുദ്ധം തുടങ്ങിയും അവസാനിപ്പിച്ചും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി കിണഞ്ഞ് പരിശ്രമിച്ച ട്രംപ് അതും കൂടി കിട്ടാതെ വന്നതോടെ ആകെ ആവലാതിയിലാണ്. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അതിനൊരു ഉദാഹരണം മാത്രമാണ്. മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിച്ച ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായത് മോദിയുടെ ഭരണ കാലയളവിലാണ്. സമ്പദ് രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് അതിനൊരു തെളിവാണ്. ഈ രാഷ്ട്രീയ ഭേദമന്യേ എന്തുകൊണ്ടാണ് മോദിക്ക് ഇത്രയധികം ഫാൻസ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?